ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ബെസ്റ്റ് സെല്ലർ പുസ്തകത്തിന്റെ ക്യാപ്ഷൻ വായിച്ചിട്ടാണ് കേട്ടോ. ഇതാണ് പുസ്തകം, അറ്റോമിക് ഹാബിറ്റ്സ്, ജെയിംസ് ക്ലിയറിന്റെ. ഇതിനകത്തൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്തായത്? ടൈനി ചേഞ്ചസ് റിമാർക്കബിൾ റിസൾട്ട്സ്. അതായത് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് വലിയ റിസൾട്ട്സ് ഉണ്ടാക്കാം. അങ്ങനത്തെ ഒരു ചെറിയ മാറ്റത്തിനെ കുറിച്ച് സൂചിപ്പിക്കാനാണ് ഈ ഒരു വീഡിയോ. എന്ത് മാറ്റത്തിനെ കുറിച്ചിട്ടാണ് പറയണതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കുമ്പോൾ ഭയങ്കര സില്ലി ആയിട്ട് തോന്നാൻ പോണ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ താമസിക്കുന്ന, നമ്മൾ കിടന്നുറങ്ങുന്ന, നമ്മൾ വർക്ക് ചെയ്യും, ഹോം വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന, നമ്മൾ റിലാക്സ് ചെയ്യാനായിട്ട് വരുന്ന നമ്മുടെ ബെഡ്റൂമും നമ്മുടെ മെൻ്റൽ ഹെൽത്തും തമ്മിൽ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയും. ഇനി അറിയില്ലെന്നാണെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. നമുക്കൊരു എക്സാമ്പിളിൽ നിന്ന് തുടങ്ങാം. ഇപ്പം നിങ്ങളൊരു ബന്ധുവിൻ്റെ വീട് വിസിറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഹോസ്റ്റൽ റൂം വിസിറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഇമാജിൻ, ഈ ബന്ധുവിൻ്റെ വീട്ടിലത്തെ ലിവിങ് റൂം ഭയങ്കര ക്ലട്ടേർഡാണ്, നിറച്ച് സാധനങ്ങൾ അതിനകത്തുള്ളത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഹോസ്റ്റൽ റൂമിൽ ഒക്കെ ഓർഗനൈസ്ഡ് അല്ലാണ്ട് അഫിട്ടിഫിട്ടൊക്കെ ആയിട്ട് കിടക്കണേ, അവരുടെ സ്റ്റഡി ടേബിളിൽ നിറച്ച് സാധനങ്ങൾ. ഇത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്ത് വരും? ഒരു സ്ട്രെസ്സോ ഒരു ആൻസൈറ്റി, ഇതെന്ത് ഇങ്ങനെ എന്നുള്ളൊരു ഫീലൊക്കെ വരും അല്ലേ? പക്ഷെ നമ്മളവിടെ കംഫർട്ടബിൾ ആയിരിക്കില്ല. അതേ സെയിം പ്രശ്നം തന്നെയാണ് നമ്മുടെ ബെഡ്റൂമിനകത്തും. ഇത്രയും ക്ലട്ടേർഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനുണ്ടാകാൻ പോകുന്നത്. നമ്മളെന്നും വന്ന് പോകുന്ന റൂമായതുകൊണ്ട് അത് എത്ര ക്ലട്ടേർഡ് ആയാലും ചിലപ്പോൾ നമ്മളതിനെ ഡയറക്റ്റായിട്ട് മൈൻഡ് ചെയ്യുന്നുണ്ടായിരിക്കില്ല, പക്ഷെ നമ്മുടെ മൈൻഡ് അതിന് നന്നായിട്ട് മൈൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ വൃത്തിയുള്ള റൂമും മെൻ്റൽ ഹെൽത്തും പ്രൊഡക്ടിവിറ്റിയും തമ്മിലുള്ള ഒരു ബന്ധത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. എനിക്കറിയാം, ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും അവരുടെ റൂമിനെ അത്യാവശ്യം വൃത്തിയിലൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ ചിലപ്പോൾ അത് അത്ര ഓർഗനൈസ്ഡ് ആയിരിക്കത്തില്ല. ഇനി നല്ല വൃത്തിയുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു റൂമുള്ളതിൻ്റെ ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്, നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ സ്ട്രെസ്സും ആൻസൈറ്റിയും ഭയങ്കരമായിട്ട് കുറയും എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ സൈഡ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ റൂം ഭയങ്കര ക്ലട്ടേർഡാണ്, അതിനകത്ത് നിറച്ച് സാധനങ്ങളാണുള്ളത്, അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിക്കാം. നമ്മുടെ കണ്ണ് അതിനെടുക്കാൻ പോകുന്നത് വിഷ്വലി കെയോട്ടിക് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ ഭയങ്കര ബഹളം പിടിച്ചതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടായിരിക്കും. എവിടേക്കാണ് നോക്കണ്ടേ, എന്താ പിടിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥ. നമ്മുടെ ബ്രെയിൻ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പോകുന്നത് സ്ട്രെസ്സായിട്ടാണ്. ഇപ്പം ഇതിനൊരു വേറെ ഒരു സ്റ്റഡിയുടെ റിസൾട്ടൊക്കെ പറയുകയാണെങ്കിൽ, കുറേ പഠനങ്ങളൊക്കെ പ്രൂവ് ചെയ്യുന്നത്, ഒരാളുടെ റൂം ഭയങ്കര ഓർഗനൈസ്ഡ് അല്ലാണ്ട് ഇങ്ങനെ ചന്നം പിന്നുമായിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി ആ റൂമിലിരിക്കുന്ന സമയത്ത് സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളിനെ റിലീസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ, അയ്യോ ഭയങ്കര ക്ലട്ടറാണല്ലോ, എന്താ ഇവിടെ ഇങ്ങനെ എന്നുള്ളൊരു സാധനമാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. ഇനി നേരെ മറിച്ച് ആ റൂം ഭയങ്കര ക്ലീനാണ്, സാധനങ്ങളൊക്കെ മിനിമലാണ്, എവിടെയാണ് എന്തൊക്കെ ഇരിക്കണം എന്നുള്ള രീതിയിൽ ഓർഗനൈസ്ഡ് ആണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എവ്രിതിങ് അണ്ടർ കൺട്രോൾ എന്നുള്ളൊരു ഫീലാണ് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അപ്പോൾ ആ റൂമിലോട്ട് വരുന്നത് കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഉറങ്ങാനാണോ, റിലാക്സ് ചെയ്യാനാണോ, പഠിക്കാനാണോ, വർക്ക് ചെയ്യാനാണോ? ഇതൊക്കെ വൃത്തിയിൽ നടക്കും. ഇതാണ് വൃത്തിയുള്ള റൂമിൻ്റെ ഒന്നാമത്തെ ഗുണം. ഇനി രണ്ടാമത്തെ കാര്യത്തിലോട്ട് കിടക്കാം. നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു റൂമിൽ നമുക്ക് നല്ല ഫോക്കസ് കിട്ടും. ഇത് ഭയങ്കര സിമ്പിൾ ലോജിക്കാണ് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നമ്മുടെ റൂമിനകത്ത് നിറച്ച് സാധനങ്ങളാണെന്ന് വിചാരിക്കുക. അത് പല പല സ്ഥലങ്ങളിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ആ റൂമിൻ്റെ ഉള്ളിലിരുന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ലെങ്കിലും, പഠിക്കുകയോ വർക്ക് ചെയ്യുകയോ കിടന്നുറങ്ങുക എന്താണെങ്കിലും നമ്മൾ അറിയുന്നില്ലെങ്കിലും നമ്മുടെ കണ്ണിൻ്റെയും ബ്രെയിനിൻ്റെയും ഫങ്ഷൻസ് എന്ന് പറയുന്നത്, എവിടെ ഏത് സാധനം ഇരിക്കുന്നത്, അതെന്താ അവിടെ അങ്ങനെ എന്തോ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടല്ലോ, ഇതെന്താ ഇവിടെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളാണ്, സംഗതികളാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടായിരിക്കാം. അപ്പം ഇത് റെസ്റ്റ്ലെസ് ആയിരിക്കും. റെസ്റ്റ്ലെസ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഫോക്കസ് ഇല്ലാത്ത, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചിന്തകൾ പാറിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രെയിനിന് വൃത്തിയിൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നന്നായിട്ട് പഠിക്കാനോ വർക്ക് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഇനി നേരെ മറിച്ചിട്ട് ഈ റൂം നല്ല ഓർഗനൈസ്ഡ് ആണ്, മിനിമലാണ്, ഓരോ സാധനങ്ങൾ എവിടെ ഇരിക്കണേ എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനും ബ്രെയിനൊക്കെ നമ്മുടെ ബ്രെയിനിന് അറിയാം, ഇത് ഇന്ന സ്ഥലത്തുള്ള കേട്ടോ, ഇത് ഇന്ന ഐറ്റം ഇവിടെ ഇരിക്കുന്നുണ്ട്, അവിടെ അടങ്ങി ഒഴുങ്ങിയിട്ട് ഇരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. വിച്ച് മീൻസ് നമ്മുടെ ബ്രെയിൻ സെറ്റിൽഡാണ്. സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാൾക്ക് വളരെ റിലാക്സ് ചെയ്തിട്ട് പല കാര്യങ്ങളിലും ഫോക്കസ് ചെയ്ത് പണിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഇത് സിമ്പിളായിട്ടുള്ള ഒരു ലോജിക്കാണ്, പക്ഷേ റൂമിന് വൃത്തിയില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഇനി തേർഡ് പോയിന്റ്, ഇറ്റ് എൻഹാൻസസ് ആ സ്ലീപ്പ് ക്വാളിറ്റി.
അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ റൂം ഭയങ്കര ഓർഗനൈസ്ഡ് അല്ലാണ്ട് അലങ്കോലമായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ രാത്രി ജോലിയെല്ലാം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി മാത്രം റൂമിലോട്ട് വരുന്നൊരു മനുഷ്യനാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ റൂം നല്ല നീറ്റായിട്ട് കിടക്കുകയാണെങ്കിൽ മക്കളെ ഇറ്റ്സ് ടൈം ടു റെസ്റ്റ് എന്നുള്ള ഒരു മെസ്സേജാണ് നമ്മുടെ റൂം നമുക്ക് തരുന്നത്. അതിനുള്ളിൽ പോയി കിടന്നുറങ്ങുമ്പോൾ നമുക്ക് നല്ല ബെറ്റർ സ്ലീപ്പ് ഉണ്ടായിരിക്കും. നല്ല ഉറക്കം കിട്ടിയ ഒരാൾക്ക് പിറ്റേ ദിവസം എന്തൊക്കെ ഗുണം ഉണ്ടായിരിക്കും? അയാളുടെ മൂഡ് നല്ല ബെറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ അയാൾക്ക് നല്ല ബെറ്റർ എനർജി ഉണ്ടായിരിക്കും, മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ ഒരാളൊരു വർക്കിനോ പഠിക്കാനോ ഒക്കെ പോകുമ്പോൾ ഒന്ന് അവിടെ നല്ല പ്രൊഡക്റ്റീവായിട്ട് പണിയെടുക്കും. 2, നന്നായിട്ട് ഉറങ്ങി എണീറ്റിട്ടുള്ള ഒരാൾക്ക് നല്ല മൂഡുള്ളതുകൊണ്ട് പെട്ടെന്ന് ആർഗ്യുമെൻറ്റ്സോ അങ്ങനെ നമ്മൾ ട്രിഗർ ചെയ്യുന്നൊരു സാധനമൊന്നും കേട്ടാലൊന്നും നമ്മൾ പെട്ടെന്ന് അതിനകത്ത് പോയി പെടില്ല. നേരെ മറിച്ച് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു റൂം കാരണം ചുരുണ്ടുകൂടി അവിടെയൊക്കെ കിടന്നിട്ടുള്ള ഒരാൾ ഓഫീസിൽ പോകാമെന്ന് വിചാരിക്കും. അയാളുടെ മൂഡ് മോശമായിരിക്കും. സ്വാഭാവികമായിട്ടും ഉറക്കം കിട്ടാത്തിടത്തോളം മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ മോശം മൂഡുള്ള ഒരാൾ അവിടെ ചെല്ലുമ്പോൾ ഇതുപോലെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായാൽ അയാൾക്ക് എനർജിയും കൂടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ കിടന്ന് തല്ലുണ്ടാക്കലും അത് നമ്മുടെ കരിയറിനെ ബാധിക്കുന്ന തരത്തിലും, ഇനിയിപ്പോൾ കോളേജിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലാസ്സിലിരുന്ന് ഉറക്കം തൂങ്ങി ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു ദിവസം ഉണ്ടാക്കി തിരിച്ചു വരാനും ഒക്കെ കാരണമാവും. സോ നിങ്ങളുടെ റൂം നിങ്ങൾ ആഴ്ചകളോളം മാസങ്ങളോളം ഇതേപോലെ മോശമായിട്ടുള്ളൊരു പാറ്റേണിലിടുന്ന സിറ്റുവേഷനുള്ളൊരു റൂമാണോ എന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിനെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ 20കളിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു 6 to 7 hours ഉറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഉറങ്ങാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലവും അതിനനുസരിച്ചിട്ടുള്ളതായിരിക്കണം കേട്ടോ. കുറഞ്ഞ പക്ഷം നമ്മൾ നീറ്റായിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് പോസിറ്റിവിറ്റി അല്ലെങ്കിൽ പീസ്ഫുള്ളൊക്കെ ആയിട്ട് തോന്നില്ലേ? അതിൻ്റെ വലിയ കാര്യമല്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലോട്ട് കിടക്കാം. ഇത് ലാസ്റ്റ് പോയിന്റാണ്. നല്ലൊരു റൂം ഉണ്ടെങ്കിൽ, നല്ല വൃത്തിയായിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റൂമിലാണ് നമ്മൾ ഇരിക്കണമെന്നാണെങ്കിൽ നമ്മുടെ മെൻ്റൽ ക്ലാരിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി വർദ്ധിക്കും. ഇത് നൈസായിട്ടുള്ളൊരു കുഞ്ഞ് എക്സാമ്പിളിൽ കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഇമാജിൻ നിങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭയങ്കര ക്രൗഡിൻ്റെ നടുക്കിൽ നിൽക്കാമെന്ന് വിചാരിക്കും. അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ഒരു ഭാവി കാര്യത്തിനെ കുറിച്ച് നല്ല ഡീസൻ്റായിട്ട് ചിന്തിക്കാൻ പറ്റുമോ? അവിടെ നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും? ഇല്ലല്ലോ. എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്നല്ലേ നമ്മൾ ആകെ വിചാരിക്കുള്ളൂ. ഇതേ സെയിം കാര്യമാണ് നമ്മൾ ഭയങ്കരമായിട്ട് സാധനങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു റൂമിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലുണ്ടാവുന്നത്. നേരെ മറിച്ച് നമ്മളിരിക്കുന്നത് വലിയൊരു വയലിൻ്റെ ഒത്ത നടുക്കുള്ള നല്ലൊരു ആൽമരത്തിൻ്റെ തണലിലാണെന്ന് വിചാരിക്കുക. നല്ല നൈസായിട്ടുള്ള നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയല്ലേ? നമ്മൾ ഭയങ്കര ഒരു സെൻ മോഡിലോട്ട് കിടക്കും അല്ലേ? നമ്മളുടെ ഭാവനയൊക്കെ ഇങ്ങനെ വേറെ ലെവലിലോട്ട് പോകും. ഏതാണ്ട് സേതുരാമയ്യർ സിനിമയിൽ മമ്മൂക്ക പറയുന്നൊരു ഡയലോഗില്ലേ, ആലിൻ്റെ മരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട്, ആ സെയിം കാര്യം തന്നെ. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ നമ്മുടെ ഭാവനയൊക്കെ ഭയങ്കരമായിട്ട് തഴച്ചു വളരും ഇല്ലേ? സെയിം കാര്യമാണ് നമ്മൾ നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല എയറും ലൈറ്റൊക്കെ ഉള്ള ഒരു റൂമിനകത്തിരിക്കുമ്പോൾ കിട്ടാൻ പോകുന്നത്. അപ്പം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു റൂമാണ് നമുക്കുള്ള എന്നാണെങ്കിൽ അത് നമ്മളെ വല്ലാണ്ട് പ്രൊഡക്റ്റീവ് ആക്കും. അത് നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും കുറയ്ക്കും. അത് നമ്മളെ കുറച്ചുകൂടെ പീസ്ഫുൾ ആൻഡ് പോസിറ്റീവ് ആക്കിയിട്ടുള്ളൊരു മനുഷ്യനായിട്ട് മാറ്റും. അപ്പോൾ ഇത്രയും ഗുണങ്ങൾ നമ്മുടെ റൂമിന് നമുക്ക് തരാൻ പറ്റും. അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളും നമ്മുടെ മെൻ്റൽ ഹെൽത്തുമായിട്ട് നമ്മൾ താമസിക്കുന്ന റൂമിന് ബന്ധമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു സില്ലി കാര്യമാണ്. പക്ഷേ ഞാൻ ആദ്യം കാണിച്ച പുസ്തകത്തിൻ്റെ കവറിൽ എഴുതിയിട്ടുള്ളത് പോലെ അതൊരു ടൈനി ചേഞ്ചാണ്. റൂം വൃത്തിയിൽ സൂക്ഷിക്കുക എന്നുള്ളത് ഒരു ചെറിയ മാറ്റമാണ്. അതിന് നമുക്ക് റിമാർക്കബിൾ റിസൾട്ട്സ് തരാനായിട്ട് പറ്റും. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു എന്ന് കരുതിയിട്ട് നിങ്ങളാരും നിങ്ങളുടെ റൂം ഭയങ്കരമായിട്ട് പെയിൻ്റ് അടിച്ച് മേക്ക് ഓവർ ചെയ്യാനോ അതിനെ ഭയങ്കര എസ്തെറ്റിക്സ് ആക്കാനോ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു എന്ന് കരുതിയിട്ട് നിങ്ങളാരും നാളെ പോയിട്ട് നിങ്ങളുടെ റൂമിനെ ഭയങ്കര പെയിൻ്റ് അടിച്ചിട്ട് മാറ്റാനോ വാൾപേപ്പർ ഒട്ടിക്കാനോ, അതൊക്കെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്, ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണ്, അങ്ങനെ മാറ്റാനോ ഭയങ്കര എസ്തെറ്റിക് ആക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആകെ ചെയ്യേണ്ടത് റൂമിനെ കുറച്ചുകൂടെ മിനിമൽ ആക്കുക. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ച് ആവശ്യമില്ലാത്തതിനെയൊക്കെ മാറ്റി കുറച്ച് എയറും സൺലൈറ്റൊക്കെ കിട്ടുന്ന രീതിയിൽ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളിപ്പോൾ പറയും അത്യാവശ്യം വർക്കൊക്കെ ഉള്ള ഒരാളാണ്, റൂമിലൊക്കെ വന്നാൽ ഇത് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല, ടയർഡായിരിക്കും എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് കുറേശ്ശെ സ്റ്റെപ്സ് എടുത്താൽ മതി. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ
ഡെയിലി രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ബെഡ് എണീറ്റ ഉടനെ നമ്മുടെ ബെഡൊക്കെ ഒന്ന് മേക്ക് ചെയ്ത് വെക്കാം, വൃത്തിയിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ പണി തീർന്നു. അതേപോലെ തന്നെ നമ്മുടെ ഡെസ്കിൽ നമ്മൾ പേനയും പെൻസിലൊക്കെ ഉപയോഗിച്ചും പുസ്തകമൊക്കെ തുറന്നൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും, അതൊക്കെ ഒന്ന് അടച്ച് വൃത്തിയാക്കി വെച്ച് അതിലത്തെ പൊടിയൊക്കെ തട്ടുകയാണെങ്കിൽ ആ സംഗതിയും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും. ഇതൊക്കെ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ വീക്ക്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില പരിപാടികളുണ്ട്. നമ്മുടെ റൂമിൻ്റെ മുക്കും മൂലയൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ മോശം സാധനങ്ങളാണെങ്കിൽ അതിനെ എടുത്തിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ആവശ്യമില്ല എന്നാൽ മറ്റൊരാൾക്ക് ഉപകാരപ്രദമായേക്കാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതിപ്പോൾ ഒരു ഡ്രസ്സായിരിക്കാം, പെന്നായിരിക്കാം, വലിയൊരു പൗച്ചായിരിക്കാം, ബാഗായിരിക്കാം, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഡൊണേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാ ആഴ്ചയിലും നമ്മൾ ഡൊണേറ്റ് ആൻഡ് റിമൂവ് എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്താൽ റൂം വീണ്ടും മിനിമൽ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നും കൂടെ കടന്നിട്ടുള്ളൊരു സ്റ്റെപ്പുണ്ട്. ഉറങ്ങാനുള്ള സ്ഥലം, റിലാക്സ് ചെയ്യാനുള്ള സ്ഥലം, പഠിക്കാനുള്ള സ്ഥലം, ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് വൃത്തിയായിട്ടുള്ളൊരു കോർണർ ചെയ്ത് വെക്കാം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ റൂം വലിയ പണിയൊന്നും എടുക്കാണ്ട് നല്ല ഡീസൻ്റ് ആയിട്ട് പൊക്കോളും. ആൻഡ് ഈ റൂമിന് നിങ്ങളാക്കുന്നതിൽ വലിയ പങ്കുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ റൂമിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഞാൻ പറയുന്ന ഒരു കാര്യം ഭയങ്കര സില്ലി ആണെന്ന് എനിക്കറിയാം, കേൾക്കുമ്പോൾ സില്ലി ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് അറിയാം. പക്ഷേ ഈ റൂമിന് നിങ്ങളുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ടെന്നുള്ളത് വലിയൊരു തിരിച്ചറിവും കൂടിയാണെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാം. ഞാൻ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണമെന്ന് ചോദിച്ചാൽ, എൻ്റെ ആഗ്രഹം നമ്മുടെ നാട്ടിലത്തെ എല്ലാ ആൾക്കാരും, അതിപ്പോൾ എൻ്റെ ഏജിലുള്ളവരാണെങ്കിലും എൻ്റെ മുകളിൽ പ്രായമുള്ളവരാണെങ്കിലും എൻ്റെ ചെറിയ അനിയന്മാരാണെങ്കിലും അനിയത്തിമാരാണെങ്കിലും എല്ലാവരും കുറെ കൂടെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ജീവിതം ജീവിക്കണം എന്നാണ്. ആ ഒരു ജീവിതം നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന ലൈഫും നമ്മുടെ ആ ഒരു ലൈഫും തമ്മിലുള്ള വ്യത്യാസവും അതിനകത്തുള്ള സുഖവും നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ആൻഡ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ പ്രൊഡക്റ്റീവായിട്ടിരിക്കുമ്പോൾ മാത്രമേ നല്ലൊരു സൊസൈറ്റി നമുക്ക് ഉണ്ടാവുള്ളൂ. ഈ സൊസൈറ്റിയും നമ്മളും തമ്മിൽ നല്ല ബന്ധമുള്ളത് കൊണ്ട് അതിനങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. സോ ഐ തിങ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ പ്രാവർത്തികമാക്കാൻ നോക്കണം. പ്ലസ് ഇതിനകത്ത് ഒരു കാര്യത്തിനും കൂടെ ഒരു ആൻസർ പറയാനായിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രീവിയസ് വീഡിയോയുടെ താഴെ കുറച്ചാണെങ്കിലും കുറേ ബ്യൂട്ടിഫുൾ കമൻറ്റ്സ് എനിക്ക് കിട്ടി. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ആൻഡ് ഇതിനകത്ത് തന്നെ ഫിനാൻഷ്യൽ അഡ്വൈസ് ചോദിച്ചിട്ടുള്ള കുറച്ച് കമൻറ്റ്സ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. പക്ഷെ നമ്മൾ അത്യാവശ്യം പഠിച്ചിട്ടൊക്കെ വേണമല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. എനിക്ക് ഷെയർ ചെയ്യാൻ ഐഡിയാസ് ഉണ്ട്, പക്ഷെ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ട് വേണം പറയാനായിട്ട്. അപ്പോൾ അതിന് ഇച്ചിരി ടൈം എടുക്കും. അതിൻ്റെ ഇടയിൽ ഞാനൊരു യൂട്യൂബ് വീഡിയോ സജസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക്. അതായത് മണി ടോക്സ് വിത്ത് നിഖിൽ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അദ്ദേഹം ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടാണ്, മലയാളിയാണ്, ഫിനാൻഷ്യൽ എക്സ്പേർട്ടാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വീഡിയോസിൽ അത്യാവശ്യം നിങ്ങൾക്ക് എങ്ങനെ പൈസ സേവ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ കാണിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ സിമ്പിളായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഞാൻ പണ്ടൊക്കെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ അദ്ദേഹത്തിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അറിവിന്നും കൂടിയാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ചാനൽ തൽക്കാലം റെഫർ ചെയ്യാം. നമ്മൾ അങ്ങനെ ഒരു വീഡിയോയിലേക്ക് എന്തായാലും ഫ്യൂച്ചറിൽ പോകുന്നതായിരിക്കും. ആൻഡ് കൂട്ടത്തിൽ ആരും എൻ്റെ ജോബ് എന്താണ്, എൻ്റെ പ്രൊഫഷൻ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറയുകയാണെങ്കിൽ അത് ഒത്തിരി റോൾസ് ഉണ്ട്. എൻ്റെ സ്കിൽസ് എന്ന് പറയുന്നത് മുഴുവൻ സോഫ്റ്റ് സ്കിൽസാണ്. കമ്മ്യൂണിക്കേഷൻ, ട്രെയിനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻ്റെ സ്കിൽസ്. ആൻഡ് ഞാൻ ലിറ്ററേച്ചറിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം എൻ്റെ ജോലിയുടെ മേഖല എന്ന് പറയുന്നത് ആദ്യം തൊട്ട് ഇന്ന് വരയ്ക്കും ലാംഗ്വേജ് ട്രെയിനിങ്, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ട്രെയിനിങ്, അതേപോലെ തന്നെ കുട്ടികളെ ഇൻ്റർവ്യൂസിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, അത് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു മീഡിയ പേഴ്സണും കൂടിയാണ്. ആൻഡ് മീഡിയ റിലേറ്റഡ് എൻ്റെ കറണ്ട് റോള് കോണ്ടൻറ് പ്രിപ്പറേഷൻ, കോണ്ടൻറ് റൈറ്റിംഗ് മാത്രമാണെങ്കിലും ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, ഞാൻ റേഡിയോ ജോക്കി ആയിരുന്നു, ഞാനൊരു പ്രോഗ്രാം പ്രൊഡ്യൂസറായിരുന്നു, സീനിയർ പ്രൊഡ്യൂസറായിരുന്നു, വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആയിരുന്നു, ആൻഡ് ഞാനൊരു പ്രോഗ്രാം ഹെഡും ആയിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു മേഖലയിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പണ്ടുള്ള കാര്യങ്ങളാണ്. വാട്ട് മാറ്റേഴ്സ് ഇസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ പാഷനേറ്റ് ആണ്. ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്നു. പ്ലസ് ഞാനതിന് ഏൺ ചെയ്യുന്നു. ഇതൊക്കെയാണ് എൻ്റെ കരിയർ റിലേറ്റഡ് കാര്യങ്ങൾ. ചോദിച്ചതുകൊണ്ട് പറഞ്ഞതെന്ന് മാത്രം കേട്ടോ. നമുക്ക് കൂടുതൽ നല്ല വിശേഷങ്ങളും വീഡിയോസുമായിട്ട് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളിൽ കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. ആൻഡ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സോറി, എൻ്റെ വോയിസ് ഒന്നും അത്ര നല്ലതല്ല.
കുറച്ച് പനിയും കോൾഡൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് റിക്കവേർഡ് ആകുമ്പോൾ കുറച്ചുകൂടെ എനർജിയിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.